കോമഡി മാസ്റ്റേഴ്സ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമ്മളെ ഫാമിലി ആണല്ലോ അല്ലേ. എന്നാലും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് ജയമ. നമസ്കാരം. എല്ലാം കോട്ടയത്ത് നിന്ന് ഞങ്ങൾ ഇറക്കിയ പുലികളാണ്. കോട്ടയത്ത് നിന്ന് ഒരു സിംഹത്തെ ഞങ്ങൾ പുലികളെ കൊണ്ടുവരിക. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലാണോ മുന്നോട്ട് പോകുന്നത്? പ്രവീൺ മുഹമ്മ അല്ലേ? മുഹമ്മയാണ്. മുഹമ്മ കോട്ടയമല്ലല്ലോ. അല്ലല്ല, ചേർത്തല. ചേർത്തല്ല, ഞാൻ ചോദിച്ചാണ്. പുലികളുണ്ടല്ലോ ഇടയ്ക്ക്. അല്ല, അവിടെ നിന്നൊരു ബസ് എടുത്തു. ചേർത്തല സംഭവം ചേർത്തലയാണെങ്കിലും അറിയപ്പെടുന്ന കോട്ടയം ഒന്നാവും. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ജയകുമാറായിട്ടുള്ള തുടങ്ങാൻ. ഞാൻ നടന്മാരുടെ ശബ്ദം തന്നെയാണ്. 3 പേരും സ്റ്റാർസിനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഞാൻ ആദ്യമായിട്ട് പഴയകാല നടനാണ്. ഞാൻ പ്രായമുള്ളതുകൊണ്ട് പഴയകാല നടന്മാരെയാണ് രീതിക്കുന്നത്. GK പിള്ള സാറാണ്. മാർക്കോസ്, ഒരു കാര്യം മനസ്സിലാക്കണം. എപ്പോഴും പണം ചോദിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പണം കഴിക്കുന്ന മരമൊന്നുമില്ല. മരുമകളുടെ സ്വഭാവ ദൂഷ്യം അറ്റാക്ക് വന്ന മുത്തച്ഛൻ അറിയുന്നേക്കാൾ ഭേദം അവളുടെ അമ്മ അറിയുന്നതാണ്. എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓക്കെ, ആരെയാണ് ചേട്ടൻ ചെയ്യുന്നത്? നമ്മുടെ ചെമ്പൻ വിനോദിന്റെ ശബ്ദം തന്നെ. അല്ല സാറിന് ഇത് എന്തിന്റെ കുഴപ്പമാണ്? കുറ്റവേ സമ്മതിച്ചോളാൻ നേരിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പോലീസുകാർക്ക് തമ്മിലൊരു ടീം സ്പിരിറ്റ് ഇല്ല. അതൊക്കെ ഞങ്ങൾ കള്ളന്മാരെ കണ്ടുപിടി. സാറ് പേടിക്കണ്ട സാറേ. ഈ സാറ് പറയാനൊന്നും പോണില്ല. ഞാൻ പോയല്ലേ പറ്റൂ. ഞാൻ പെട്ടുപോയില്ലേ. ഇനിയിപ്പോ ഞാന് സിനിമാ താരമല്ല, നമ്മുടെ കമന്ററി പറയുന്ന ഷൈജു ദാമോദരൻ, അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഇരിക്കാണ്. അപ്പം ഒരു മ്യൂസിക് ഒക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽ ഉണ്ടാകാൻ വേണ്ടി ശ്വാസമടക്കി പിടിച്ച് വീർപ്പടക്കി കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഞാൻ തിരുമ്പി വന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫ്രീ കിക്ക് എടുക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മനോഹരമായ ഒരു ഗോളാക്കിയിരിക്കുകയാണ്. ക്രിസ്ത്യാനോ. താങ്ക് യു. അടുത്തത് TS രാജു. അദ്ദേഹം നാടകനായിരുന്നു. പിന്നെ ജോക്കർ സിനിമയിലേക്ക് വന്നു. TS രാജു സാറിന്റെ ശബ്ദം. ദേഹതീരത്ത ജയന്തി ടീച്ചറാ, എന്താ കൊച്ചിന്റെ കിഡ്നിയാണ് നിങ്ങളുടെ ദേഹത്തിരിക്കുന്ന കിഡ്നി എന്താ കൊച്ചിന്റെ കിഡ്നിയും ദേഹത്ത് വെച്ച് മാലാകെ പോലെ ഞെളിഞ്ഞിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഓണമായിട്ട് മാർക്കോസ് വരാനുള്ള മാർക്കോസ് കൊണ്ട് തന്നു. പക്ഷെ മാർക്കോസിനൊന്നും കിട്ടിയില്ല. ഇനി ജയറാമേട്ടൻ. ജയറാമേട്ടൻ കോമഡി രംഗങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ശബ്ദം. ഹലോ, എന്റെ അമ്മു, എല്ലാരും കൂടി എങ്ങോട്ടാ? കോളേജിലേക്കാ. എന്നും കോളേജിലേക്കല്ലേ പോകുന്നത്? ഇന്നൊരു ചേഞ്ച് ആവാം, സിനിമയ്ക്ക് പോകാം, ഐസ്ക്രീം കഴിക്കാം. എന്റെ അമ്മു ചിരിക്കലോട്, അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോ ഭൈരവ എന്റെ പൊന്നോ. ഞാനൊരു പഴയ താരം MS തൃപ്പൂണിത്തറയുടെ ശബ്ദം തന്നെ ഇരിക്കണം. MS തൃപ്പൂണിത്തറ. ശങ്കുണ്ണി നായരുടെ മോഹനല്ലേ? തന്റെ അച്ഛനെ ഞാൻ അറിയും. ബാധ ഒഴിപ്പിക്കാൻ അച്ഛനേക്കാൾ മഹാകേമനാണെന്നാണ് ഞാൻ കേട്ടിരിക്കണു. രാവിലെ കളിച്ചിരിച്ചു കോളേജിൽ പോയ പെൺകുട്ടിയാ തിരിച്ചു വന്നത് ഒഴിയാബാധയുമായിട്ട്. താൻ അത്രയുടെ വരെ ഒന്ന് വരണം, എന്നിട്ട് ആ ബാധയൊന്ന് ഒഴിപ്പിക്കണം. അപ്പൊ ഞാനങ്ങോട്ട് ശിവ. താങ്ക് യു വെരി മച്ച്. ഇപ്പം അമൃത TVയിലെ വളരെ ഹിറ്റായിക്കൊണ്ടൊരു സീരിയലാണ് ഉരുളക്കുപ്പേരി. അതിലെ നായക കഥാപാത്രം ചെയ്യുന്ന കരുനാഗപ്പള്ളി ജയകുമാറിന്റെ ശബ്ദം. ആ ചേട്ടനെ നമ്മളെ കലാഭവൻ ജയകുമാർ ചെയ്യുന്നു. അതെ, ആയിക്കോട്ടെ. മോഹനവല്ലി. അയ്യോ അമ്മേ, അർജന്റീനയുടെ കളി കാണാൻ പോകാൻ എനിക്കൊരു 50 രൂപ തരാമോ? ഇല്ലല്ലേ? ഞാനൊരു കവിത പാടട്ടെ അമ്മേ. മാവേ മാവേ മാങ്ങാപ്പഴമേ. വേണ്ടല്ലേ അമ്മ? ഈ ചുംബന സമരത്തിന് പോകുമ്പോഴേ നമ്മൾ ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ടുപോകണോ അതോ അവിടെ നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ അറിയാൻ വേണ്ടി ചോദിച്ചാൽ ഇല്ല. അനൂപ് ചന്ദ്രൻ. അളിയ, അടുത്ത ആഴ്ച നമ്മുടെ എക്കണോമിക്സിലെ സുഷമ്മയുടെ കല്യാണമാ. അവക്കറിയാവോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അവളെ പ്രണയിക്കുകയാണ്. അളിയാ പയസേ, പഴയ കാര്യമൊന്നും പറഞ്ഞ് അവളുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഞാൻ ഇടക്കാലത്ത് മലയാള സിനിമയിൽ വന്ന് കത്തിക്കേറി ഇപ്പോഴും മലയാള സിനിമയുടെ സാന്നിധ്യമായി മാറിയ നമ്മുടെ പ്രേംകുമാറായിട്ടാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം നോക്കിയാണ് പ്രേംകുമാർ. അമ്മാവോ ക്രൗഞ്ചപ്പക്ഷികളെ അമ്പെയ്ത് നിർത്തുന്ന കട്ടാളെന്നല്ല,
ഈ കാക്കിക്കുള്ളിൽ ഒരു കലാഹൃദയമുണ്ട്, സ്നേഹിക്കാൻ തുടിക്കുന്ന ഒരു മനസ്സുണ്ട്. അമ്മോ, നിനക്കൊരു കത്ത് എന്നും പറഞ്ഞ് വലിയമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തള്ളിച്ചതച്ചിട്ട് 1 വർഷം തികയാ. ഞാൻ ആഘോഷിക്കുകയാണമ്മോ, ആഘോഷിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് കഴിഞ്ഞു ഫിനിഷ് ചെയ്തു. കഴിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞു ഓക്കെ. അപ്പോ നാദിക്ക അല്ല, ഞാൻ എന്തെന്നാ പറയണത്? സാധാരണഗതിയിൽ ഏറ്റവും നമുക്ക് പലപ്പോഴും എന്താ പറയുക, ഈ വിഷമം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ല, പലപ്പോഴും ഇപ്പോൾ നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടാപട ബന്ധമുള്ള കക്ഷികളാണ്. അപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ തമ്മിൽ ഇപ്പോൾ ഞങ്ങൾ പണ്ട് മാവേലി കൊമ്പത്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ജയകുമാർ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, കട്ടപ്പനയിൽ ഋതുറോഷനിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ, ജയകുമാർ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഇപ്പോൾ മനോജും പ്രവീണും മാത്രം നമ്മൾ അധികം കൂടാതെ ഉള്ളൂ, വർക്കുകളിലൊന്നും കൂടാതുള്ളൂ. അതെ, ആ വർക്കുകളിൽ കൂടാ. ബാക്കി ഇപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാംസിൽ ഇവർ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ്, അടിച്ചു പൊളിച്ച് എല്ലാ സ്കിറ്റുകളും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ പലപ്പോഴും പല ചാനലുകളിലും ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ പെർഫോമൻസ് കഴിയുമ്പോൾ ഒരിക്കലും മിമിക്രിയും കാര്യങ്ങളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ അവരെ കുറിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ അവരുടെ ഒരു നിപ്പ് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം അങ്ങനെ നിൽക്കാനായിട്ട് ഒരിക്കലും നമ്മളുടെ മനസ്സനുവദിക്കില്ല. കാരണം ഇവർ ഇതിൻ്റെ അഗ്രഗണ്യന്മാരാണ്, അതിനെക്കുറിച്ചിട്ട് യാതൊരു അഭിപ്രായം നമ്മളുടെ ഭാഗത്തുനിന്ന് പറയേണ്ട കാര്യമില്ല. സല്യൂട്ട്. താങ്ക് യു ഷാഫിക്ക. ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും പ്രകടനം കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഗംഭീരമായിരുന്നു കേട്ടോ, കാരണം ഭയങ്കര പെർഫെക്ഷനാണ് 3 പേരും. വളരെ എന്താ പറയുക, ഒരുപാട് തവണ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനിയും നിങ്ങൾ അല്ലേ അടുത്ത മേഖലകളിലേക്ക് പോകാനും വിജയിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു നസീർക്ക. ഞാൻ എന്താ പറയാ, അതെ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന, ഒരുമിച്ച് എപ്പോഴും കാണുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ജയമാർക്കായിട്ട് ഞങ്ങൾ എത്ര കൊല്ലമായി അല്ലേ. ജയമാർ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ആ വോയിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഞാനടക്കം ഇപ്പം ചെയ്യുന്ന പല താരങ്ങളും, ഞാൻ മുമ്പ് ചെയ്തിരുന്ന പല താരങ്ങളുടെ വോയിസും ഞാനിപ്പോൾ ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ് പലതും. അതിലാണ് എനിക്ക് ജയകുമാറിനോടും അല്ലെങ്കിൽ നിൽക്കുന്നവരോടും എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നത്. കാരണം അന്ന് കേൾപ്പിച്ച അതേ പെർഫെക്ഷനിൽ തന്നെ ഇപ്പോഴും ചെയ്യുന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്, വലിയ അനുഗ്രഹമാണ്. താങ്ക് യു. പിന്നെ ഷാബായ്, ഈ ജയകുമാറിൻ്റെ ഞാൻ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞങ്ങൾ മാവേലി കൊമ്പത്ത് പണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ആലുവയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവന് പ്രത്യേകിച്ച് വേഷമൊന്നുമില്ല, അതിനകത്ത് സ്ക്രിപ്റ്റ് വൈസ് ഒന്നുമില്ല. ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒരു ക്യാരക്ടർ എന്തെങ്കിലും കളിക്കാൻ. അവസാനം നോക്കിയപ്പോൾ അവിടെ ഞങ്ങൾ ഒരു സ്കിറ്റ് കളിക്കുന്ന ഒരു ഹനുമാന്റെ വേഷം ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു നീ അത് പോയി ഇട്. അപ്പോൾ എന്നിട്ട് സ്ക്രിപ്റ്റിലൊന്നുമില്ല, ഒരു ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് ഇവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞ് വന്നിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിലും എന്ത് ചെയ്യിക്കാനാ, വരണോടത്ത് വെച്ച് കാണാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്ത് പോവാം എന്നുള്ള ധാരണയിൽ. പക്ഷെ അത് കളിച്ച് കയറിയിട്ട് അവസാനം ഹനുമാൻ മെയിനായി. ഊണ്ട് വിളയാടിയിട്ട് അത് ഇമ്പ്രവൈസ് ചെയ്തിട്ട് ഹനുമാൻ ആ സ്കിറ്റിന്റെ മെയിനായി. അത് ഈ ഒട്ടകത്തിന് ഇടം കൊടുക്കുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പ്രവൈസ് ചെയ്ത് കയറും. ഒരു ചെറിയ സ്ഥലത്ത് നിർത്തി കൊടുത്താൽ മതി, ബാക്കി അവൻ ഏറ്റോളും. നാദിക്ക പറഞ്ഞതുപോലെ ഇതൊരു അഭിപ്രായമൊന്നുമല്ല, നമ്മുടെ ഒരു സ്നേഹം പുതുക്കലാണ്. ഇങ്ങനത്തെ ഒരു ഡേയിൽ നിങ്ങൾ 3 പേരും വരുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പോലെയാണിത്. താങ്ക് യു സോ മച്ച്. ആ ഒരു ടൈം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.